സെഷൻ ലീഡ് ട്രെയിനറായ ഹസ്ന മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. Thank you so much. Good morning, all. Hello. Good morning, ma'am. ആണല്ലോ അല്ലെ? Good morning. ma'am. ഓക്കെ. മോർണിംഗ് മാം. നമ്മൾ ഇന്ന് നടത്തി മോർണിംഗ് മാം. താങ്ക് യു. നമ്മൾ ഏതായാലും ഇന്ന് നടത്തിയ ഒരു മെഡിറ്റേഷന്റെ പവർ എല്ലാവരുടെയും വോയിസിൽ വരട്ടെ. ആ ഒരു ഗുഡ് മോർണിംഗിലൊക്കെ വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്. നല്ലൊരു സെഷന് ശേഷമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു തവണ കണ്ടിട്ടുണ്ട്. അന്ന് ഈ സെഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കേൾക്കുന്നുണ്ട് Welcome, മാം, ma'am. കേൾക്കുന്നു. Welcome. ഓക്കെ. നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അന്ന് നമ്മൾ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ചിരി വെറും ചിരിയല്ല എന്നുള്ളതായിരുന്നു. ചിരിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ശരീരത്തിന് അത് നൽകുന്ന എനർജി എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതിനുശേഷം വെറുതെയെങ്കിലും ചിരി പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിരിക്കുന്നില്ല ഇല്ലെങ്കിൽ പോലും നമ്മളുടെ മുഖം കൊണ്ട് ചിരി പ്രാക്ടീസ് ചെയ്തിരുന്നു. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പോലും നമ്മളുടെ ബ്രെയിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചതായിരുന്നു അല്ലെ? പറഞ്ഞിരുന്നു. Okay, ma'am. എല്ലാരും ചിരിക്കാൻ തുടങ്ങിയിരുന്നു. ഓക്കെ. അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഏപ്രിൽ 13th എന്നുള്ളതാണ്. ഏപ്രിൽ 13 ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ബുദ്ധിമുട്ടില്ലാത്തവർക്ക് വീഡിയോ ഒന്ന് ഓണാക്കി വെക്കാം കേട്ടോ. നമുക്കൊന്ന് കണ്ട് സംസാരിക്കാം. അത് വേറെ ഒരു രസമാണ്. വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പ്രയാസമില്ലാത്തവരാണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. മുസ്തഫ സാർ ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ പ്രയാസമില്ലാത്തവർക്കൊക്കെ ഒന്ന് ഓണാക്കാവുന്നതാണ്. നിങ്ങൾ ഒരുപക്ഷെ പലരും പല രീതിയിൽ തിരക്കുകളിലാവും. അപ്പൊ ചിലപ്പോൾ ഓണാക്കാൻ പ്രയാസമുള്ളവരുണ്ടാവാം. എന്നാലും മണി സാർ ഓണാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ്, പ്രൊഫൈൽ നെയിം തന്നെയാണ് പ്രോപ്പർ നെയിം എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് വെച്ച് വിളിക്കുന്നത്. എനിവേ, അപ്പോ ബാക്കിയുള്ളവർക്ക് പ്രയാസമില്ലാത്തവർക്കൊക്കെ ഓൺ ചെയ്യാം. നമുക്കൊന്ന് കണ്ട് സംസാരിക്കാം. എനിവേ, ഇന്ന് ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ? ഒരാഴ്ച മുമ്പ് കഴിഞ്ഞു പോയി. അതെ, ഒരാഴ്ച മുമ്പ് കഴിഞ്ഞു പോയി. കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച ചോദിക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നു. അതെ. അന്ന് നമ്മൾ ഏതായാലും ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയില്ലല്ലോ. ബഷീർ സാറിന്റെ ബർത്ത്ഡേ ഏതായാലും ഒരാഴ്ച മുമ്പ് കഴിഞ്ഞു പോയി. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഏപ്രിൽ 13 പ്രത്യേകതകളായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ഓർത്തു വെച്ചതുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നവരുണ്ടോ? ഏപ്രിൽ സാറ് പറഞ്ഞത് എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഒന്നും ഓർമ്മ വരുന്നില്ല. നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വാഗൻ ട്രാജഡി നടന്നത് ഏപ്രിൽ 13-നാണ്. സോറി, നമ്മുടെ വാഗൻ ട്രാജഡി അല്ല, സോറി, തെറ്റി. നമ്മൾ ഒരുപാട് രീതിയിൽ ത്യാഗവും കാര്യങ്ങളും ഒക്കെ സഹിച്ച് നമ്മളുടെ ഇന്ത്യയെ നേടിത്തന്നിട്ടുള്ള പല സാഹചര്യങ്ങളും നടന്നിട്ടുള്ളത് ഏപ്രിൽ 13-നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് സിയാച്ചിൻ നേടിയെടുത്തു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ജാലിയൻ വാലാബാഗ് നടന്നിട്ടുള്ളത് ഏപ്രിൽ 13-നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം വിശേഷണങ്ങൾ ഈ ഏപ്രിൽ 13 എന്ന് പറയുന്ന ഒരു ദിവസത്തിനുണ്ട്. അതുപോലെ ഞാൻ ചരിത്രം പഠിപ്പിക്കുകയല്ല, ഹിസ്റ്ററി വീണ്ടും ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചരിത്രം പഠിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മളുടെ ആവശ്യകതയല്ല. അതിനെക്കുറിച്ചൊക്കെ അത്യധികം ബോധവാന്മാരായിട്ടുള്ള ഒരു സൊസൈറ്റിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഹിസ്റ്ററി ടീച്ചേഴ്സ് ഉണ്ടാവാം. മിലിറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ? ഓക്കെ, ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവാം. ഏതായാലും ഉണ്ടെങ്കിൽ അതിയായ സന്തോഷം. അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മറ്റേതൊരു പ്രൊഫഷണൽ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ഡിഗ്നിറ്റി നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന മിലിറ്ററി വിഭാഗമൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ജസ്റ്റ് എന്ത് ടോപ്പിക് എടുക്കും എന്ന് ഇങ്ങനെ ആലോചിച്ച സമയത്താണ് ഇങ്ങനെ ഒരു കണ്ടന്റ് മൈൻഡിലേക്ക് വരുന്നത്. ഏപ്രിൽ 13 പ്രത്യേകത ഒരുപക്ഷെ നമ്മൾ അത്രയധികം ഓർക്കാതെ പോകുന്ന ചില ദിവസങ്ങളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കടന്നു പോയേക്കാം. പക്ഷെ ഈ ഒരു ദിവസം നമ്മളെ പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് അർത്ഥങ്ങൾ തരുന്ന പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ത് എന്നുള്ളതാണ്, അതിജീവനത്തിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. അതിനെ തരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈവൻ നമ്മളിപ്പോ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തത് പോലും ആണല്ലോ. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കണം, പോസിറ്റീവ് തോട്ടുകൾ നമ്മളുടെ മൈൻഡിൽ വേണം എന്നൊക്കെയുള്ള ഒരുപാട് ചിന്താഗതികളുടെ ഭാഗമായിട്ടാണല്ലോ ഈ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ഇത്തരം ഓരോ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് കടന്നു പോകുന്നതും. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടിലൂടെ നമ്മുടെ ദിവസത്തിനെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിജീവനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വരുന്ന സ്ട്രഗിളുകളിൽ നിന്ന് അതിനെ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും, അവിടെ സ്റ്റെക്കായി നിൽക്കാതെ അല്ലെങ്കിൽ ഇതോടെ എന്റെ ജീവിതം കഴിഞ്ഞു എന്ന് വിചാരിക്കാതെ നമ്മൾ അതിൽ നിന്ന് മുന്നോട്ടേക്ക് പോവാണ്. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കണ്ണൂർ ഡെന്റൽ കോളേജിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ്. ഡെന്റൽ കോളേജിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസരം വന്നു. പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ആ കുട്ടിക്ക് മാനസികമായിട്ട് സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോ ആ കുട്ടി ജീവിതം തന്നെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം ആ കുട്ടിയുടെ മാനസികാവസ്ഥ എത്രത്തോളം. ഒരു അധ്യാപിക ഇതിലുണ്ടായിരിക്കാം, ഞാനൊരു അധ്യാപികയാണ്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു കുട്ടിക്ക് ഇത്രയധികം ഹരാസ്മെന്റ് ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിൽ ആ ഒരു സൊസൈറ്റിയുടെ മാനസികാവസ്ഥ എത്രത്തോളം നെഗറ്റീവായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അതിജീവനം പഠിപ്പിച്ച ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ഒരു ഇന്ത്യക്കാരനെയും ഏത് രീതിയിലും അവർക്ക് എന്ത് ചെയ്യാം, തടവിലാക്കാം. ഒരു വിചാരണയുടെ ആവശ്യമില്ല, എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, തടവിലാക്കാം എന്നുള്ളതാണ്. അതിന് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോ പഞ്ചാബിലെ അമൃത്സറിലേക്ക് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനെ ഒരു പ്രതിഷേധം എന്നുള്ള റൗലറ്റ് ആക്ടിനെതിരായിട്ടുള്ള പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് കൂടുന്നു. അവിടേക്ക് ഒരു കരുണയും ഇല്ലാതെ ബ്രിട്ടീഷ് ഭരണകൂടം നിറയൊഴിക്കുകയാണ്. എത്രയോ അധികം മനുഷ്യന്മാര് അവിടെ മരിച്ചു വീഴുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പോരാട്ട വീര്യമുണ്ട്. അത്രയധികം മനുഷ്യന്മാരുടെ ആത്മഹൂതി അല്ലെങ്കിൽ അവരുടെ ജീവത്യാഗത്തിന്റെ ഫലമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഒരു കരുത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം വരെ നമ്മൾ നേടിയെടുത്തതെന്ന് പറയാതെ വയ്യ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഓർക്കാതെ ഏപ്രിൽ 13 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രേഖപ്പെടുത്താനോ ചർച്ച ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോ അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നത് സിയാച്ചിനിലാണ്. പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ ആയിട്ടുള്ള സിയാച്ചിനില് നമ്മൾ ഓപ്പറേഷൻ മേഘദൂത് എന്നത് കേട്ട എത്ര ആൾക്കാരുണ്ടാവും? ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. ഓപ്പറേഷൻ മേഘദൂത്, കാളിദാസന്റെ മേഘദൂതിനെ പറ്റിയിട്ട് കേട്ടവരുണ്ടാവുമല്ലോ അല്ലെ. മേഘദൂത് വായിച്ചവരും ചിലപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കൃത സാഹിത്യത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാളിദാസന്റെ മേഘദൂത് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ള പേരും ഈ കാളിദാസന്റെ മേഘദൂത് എന്ന് പറയുന്ന പുസ്തകവും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം കിടക്കുന്നത് അതിന്റെ ആ പേര് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് മേഘദൂത് എന്ന കഥയില് അല്ലെങ്കിൽ ആ ഒരു സാഹിത്യകൃതിയിൽ വരുന്ന പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു യക്ഷൻ, അതിലെ പ്രധാന കഥാപാത്രം യക്ഷനാണ്. ഒരു രാജാവിന്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ചില കാരണങ്ങൾ കൊണ്ട് നാട് കടത്തുകയാണ്. നാട് കടത്തിയപ്പോൾ സ്വന്തം നാടും കുടുംബവും ഒക്കെ വിട്ട് അയാൾക്ക് പോകേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും വിരഹവേദന അത്രയധികം അയാൾ അനുഭവിക്കുന്നുണ്ട്. ആ വിരഹവേദനയുടെ ഭാഗമായിട്ട് അയാൾ മേഘത്തിനെ തന്റെ ദൂതനാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, തന്റെ പ്രിയതമക്ക് കത്തയക്കുകയാണ്. അങ്ങനെയാണ് ഈ സന്ദേശകാവ്യങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് മേഘദൂത് എന്ന പേര് ആ കൃതിക്ക് വരുന്നത്. ഈ പേര് എന്തുകൊണ്ട് ആ ഒരു ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സിയാച്ചിൻ പ്രദേശത്തെ കുറിച്ച് എല്ലാവർക്കും അറിയണ്ടാവും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 20,000-ഓളം അടി ഉയരത്തിലാണ് സിയാച്ചിൻ എന്ന് പറയുന്ന പ്രദേശം നിൽക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള യുദ്ധഭൂമിയായിട്ട് പരിഗണിക്കുന്നത് ഈ സിയാച്ചിനെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ബോർഡറാണ്. അപ്പോ എപ്പോഴും കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ അവിടെയുള്ള പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പ്രതിസന്ധിയെക്കാളും കൂടുതൽ അവർക്ക് പോരാടേണ്ടി വരുന്നത് അവിടുത്തെ പ്രകൃതിയോടാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പാ. ഭക്ഷണം പോലും ഉറച്ചു കട്ടിയാവുന്ന രീതിയിലുള്ള അത്രയും വലിയ തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യന്മാർ അവിടെ രാവും പകലും ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ്
എന്നുള്ള രീതിയിലാണ് ആ ഒരു പേര് വരുന്നത്. പിന്നെ അവിടുത്തെ പ്രകൃതിപരമായിട്ടുള്ള പല പ്രത്യേകതകളും ഒക്കെ കൊണ്ടാണ് അതിന് ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പ്രദേശത്ത് മേഘദൂതിലെ നായകൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യക്ഷനാണ്. അദ്ദേഹം തന്റെ സന്ദേശം അയക്കാൻ വേണ്ടിയിട്ട് മേഘത്തിനെ ഉപയോഗിക്കുന്നു. ഈ കണ്ടന്റുകളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അത് ഒരു ചെറിയ റീസൺ ആയിട്ട് നമ്മളുടെ ഓപ്പറേഷൻ മേഘദൂത് എന്നുള്ള പേര് വരുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു വന്നത് സിയാച്ചിൻ ദിനം വരുന്നത് ഏപ്രിൽ 13-നാണെന്നുള്ള. അപ്പൊ നമ്മൾ നമ്മളുടെ ചരിത്രത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ ഏപ്രിൽ 13-ന്റെ രണ്ട് പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് അതിജീവനം എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് നമ്മളുടെ കരുത്തും മനോധൈര്യവും നമ്മളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികളെ പോലും അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും. ഇന്നിപ്പോ നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മളുടെ ലോകം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് യുദ്ധഭീതി തന്നെയാണ്. ഒരു പക്ഷേ ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് വരെ എത്തിച്ചേരാവുന്ന രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് സന്ധി സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ സന്ധി സംഭാഷണങ്ങൾ എങ്ങോട്ടേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പരിധിവരെ പരാജയത്തിലേക്കും വീണ്ടും അതിൽ പല ലോകരാജ്യങ്ങളും ഇടപെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഏതായാലും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടിട്ടായാലും മറ്റു പല രീതിയിലായാലും ആളുകൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ഞാനിപ്പോ താമസിക്കുന്നത് GCC കൺട്രിയിലാണ്. ഓരോ ദിവസവും മിസൈലുകളുടെ എണ്ണം ഇങ്ങനെ തിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ട്. ഇന്ന് എത്ര അലാം വന്നു, അലേർട്ട് വന്നു എന്നൊക്കെ ആലോചിച്ചിട്ടും അതിനെക്കുറിച്ച് ബേജാറായിട്ട്. പക്ഷെ നമ്മൾ അവിടെ ബേജാറായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ കുറെ മനുഷ്യന്മാര് ഒരുപാട് ബേജാറായതുകൊണ്ടോ ടെൻഷൻ ആയതുകൊണ്ടോ ഇവിടെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ അതിനെ കിട്ടിയ സാഹചര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് നമ്മളുടെ ജീവിതത്തിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പലരും ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തിയവരുണ്ടാവാം. അത്തരം ആൾക്കാർ ഒരു വലിയ പ്രതിസന്ധിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ആ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കരുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പല ചരിത്രങ്ങളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എനർജി ആയിട്ട് വരും. കാരണം ഇങ്ങനെയും പ്രതിസന്ധികളെ തരണം ചെയ്ത് മനുഷ്യന്മാർ ഇവിടെ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം പ്രതിസന്ധികളെയൊക്കെ വളരെ മനോഹരമായിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഊർജമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അപ്പൊ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ജീവിതത്തിനെ കൂടുതൽ കരുത്തോടെ കൊണ്ടുപോകാൻ പറ്റിയ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ വിഷു ആയല്ലോ അല്ലെ? വിഷുവിനൊക്കെയുള്ള തെരച്ചിലായിരിക്കും എല്ലാവരും. വിഷുവിനുള്ള ഓട്ടത്തിലായിരിക്കും, അതിന്റെ കണിയൊരുക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോ വിഷുവിനെ നമ്മൾ പൊതുവെ പറയാ, എല്ലാവരും ഉണ്ടല്ലോ അല്ലെ? ലൈവായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഏതായാലും വിഷുവിനെ കുറിച്ച് ഓക്കെ വിഷുവിനെ കുറിച്ച് ഷീജ മാം ഇടയ്ക്കിടയ്ക്ക് തംസപ്പ് ഇട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോ വിഷുവിന് നമ്മൾ ഒരു പുതിയ തുടക്കം, പ്രത്യേകിച്ചും നമ്മൾ വിളവെടുപ്പും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷികോത്സവമായിട്ട് നമ്മൾ വിഷുവിനെ പറയാം. നമ്മളുടെ നാട്ടിൽ മാത്രമല്ല ഈ ഒരു സമയത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതായത് പ്രത്യേകിച്ചും ഈ പറഞ്ഞ എന്താണ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ പല സൊസൈറ്റിയിൽ വരുന്ന പല പല ആഘോഷങ്ങളും ഈ ഏപ്രിൽ 13 ഏപ്രിൽ മാസത്തിനോട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് സോങ്ക്രാൻ ആണ്. അതുപോലെ തന്നെ വൈശാഖി ആഘോഷമായിട്ടുള്ള വിഷു, ഇതൊക്കെ വരുന്നത് ഈ പറയുന്ന ഏപ്രിൽ മാസത്തിലും അതുപോലെ പ്രത്യേകിച്ചും ഏപ്രിൽ 13-ലുമാണ്. അപ്പൊ ഈ ഒരു ദിവസം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. കാരണം ഏപ്രിൽ നമ്മള് പൊതുവെ ഏപ്രിൽ 14 ആയിട്ടാണ് നമുക്ക് ഇപ്രാവശ്യം 15-നാണ് വിഷു വരുന്നത് അല്ലെ? 14-ലായിട്ട് നമ്മളുടെ വിഷു വരാറുണ്ട് പൊതുവെ. അപ്പോ 13 എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തപ്പോഴും ഒരു ആഘോഷത്തിന്റെ നിറവിൽ വിഷുവിന്റെ സമയമാണ്. ഏതായാലും ആഘോഷങ്ങളുമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടാറുണ്ട് എന്നുള്ള. അപ്പോ വിഷു കഴിഞ്ഞിട്ട് വിഷുവം എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വിഷുവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ മാർച്ച് 21 സെപ്റ്റംബർ 23 ഇങ്ങനെ 2 തവണയാണ് വിഷുവം നടക്കാറുള്ളത്. അന്ന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒന്ന് സമരാത്രി ദിനമാണ്, രാത്രിയും പകലും തുല്യമായിരിക്കും. പിന്നെ സൂര്യന് കൃത്യം കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഈ സമയത്തിനൊക്കെ ശേഷം പ്രകൃതിയിൽ ചൂട് ദൈർഘ്യം കൂടുന്നുണ്ട്, ദിവസത്തിന്റെ ദൈർഘ്യം കൂടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മാറ്റങ്ങളും ഈ ഏപ്രിൽ 13 അല്ലെങ്കിൽ ഏപ്രിൽ പകുതിയോട് കൂടിയിട്ട് നമ്മളുടെ പ്രകൃതിയിൽ വരാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിളവെടുപ്പും കാര്യങ്ങളും നമ്മളുടെ കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ വിഷുവിന് ശേഷമുള്ള അല്ലെങ്കിൽ ഏപ്രിൽ 13-ന് ശേഷം നമ്മളുടെ പ്രകൃതിയിൽ കാണുന്ന കാലാവസ്ഥയിൽ ഉണ്ടാവുന്നത് എന്നുള്ള. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. കാരണം ഈ
കടുത്ത ചൂടിനെയും അതിജീവിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് രീതിയിലുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വിളവെടുപ്പുകൾ നടത്താൻ പറ്റുന്ന മറ്റൊരു സമയം നമുക്ക് അവൈലബിൾ ആവാണ്. ഈ ചൂടിനോട് പൊരുതിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കൃഷിയും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെയും ഒരു ഒരു പൊരുതൽ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണെന്നുള്ള, നമുക്ക് ജീവിതത്തിൽ ഈ വരുന്ന പ്രതിസന്ധികളൊക്കെ എന്തിനുള്ളതാ, അടുത്ത ഒരു നല്ല പ്രതിഫലനം അല്ലെങ്കിൽ അടുത്ത ഒരു ഫലവത്തായിട്ടുള്ള ഒരു സമയത്തിലേക്കുള്ള നീക്കിവെപ്പാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഈ ഏപ്രിൽ 13 അതിനോട് ചേർന്നിട്ടുള്ള ബാക്കി ദിവസങ്ങളും നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കിയാലും അതെ, നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അതെ, എവിടെയും പ്രതിസന്ധികൾ നമ്മൾ കൂടുതലും മൂർച്ചയേറിയ സാഹചര്യങ്ങളിൽ നിന്ന് മറ്റധികം സന്തോഷമുള്ള മറ്റൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള സഹായകമായിട്ടുള്ള സമയങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് ഏഷ്യൻ രാജ്യങ്ങളിൽ കാർഷിക സമൃദ്ധിയുടെ ഉത്സവങ്ങൾ നടക്കുന്ന സമയമാണ് ഈ ഏപ്രിൽ 13 തുടർന്ന് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ. കാർഷിക സമൃദ്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു റാഹത്തപ്പോ, മനസ്സിനൊരു സമാധാനമാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും കാർഷികപരമായിട്ടുള്ള സംസ്കാരമാണ്. അത് നമ്മളുടെ ഒരു തലമുറയുടെ തന്നെ പൈതൃകം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു അവസരമാണ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി എന്നൊക്കെ പറയുന്നത്. അതിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ഉപജീവന മാർഗം എന്ന് തന്നെ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. കർഷകരെ ആദരിക്കുക, കർഷകരോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നത്, മണ്ണിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് സുഖകരമായിട്ടുള്ള ഒരു അനുഭൂതി തന്നെയാണ്. അപ്പൊ അത് ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിന് വളരെ 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 പ്രാധാന്യമുണ്ട്. നമ്മളുടെ ജീവിതത്തിനെ വളരെയധികം സ്വാധീനിക്കാൻ നമ്മളിങ്ങനെ ഈ ഓരോ ദിവസം എന്താ പോയി ഈ ഒരു ദിവസത്തിന് ഇത്ര വലിയ പ്രത്യേകത അല്ലെങ്കിൽ അതിനെ ഇത്രയധികം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത് എന്താന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വളരെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞ പല കണ്ടന്റുകളും നമ്മളെ ജീവിതത്തിന് പല രീതിയിലുള്ള പാഠങ്ങൾ നൽകുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രം മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ, നമ്മളുടെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ, പ്രകൃതി പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, നമ്മൾ അതിജീവനം തന്നെയാണ്. പ്രതിസന്ധികൾ ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് അതിജീവിച്ചേ പറ്റുള്ളൂ. ജീവിതത്തിൽ ഒരുപാട് രീതിയിൽ ചൂട് പിടിച്ച സമയങ്ങൾ നമുക്ക് വരും. പക്ഷെ അത് നമുക്ക് എന്തിനുള്ളതാ, ഏറ്റവും നല്ല പ്രത്യാശയുടെ മറ്റൊരു ദിവസം സമ്മാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ നമ്മൾ നേരത്തെ സംസാരിച്ചു വെച്ച പോലെ തന്നെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ആർഭാടങ്ങളാവാതെ നമ്മൾ വളരെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷവും പോസിറ്റിവിറ്റിയും പ്രദാനം ചെയ്യാൻ ഇത്തരം ആഘോഷങ്ങൾക്ക് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, വിളവെടുപ്പ് കാലമാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കണിക്കൊന്ന, നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് ഈ കണിക്കൊന്ന പൂത്ത് നിൽക്കുക എന്ന് പറയുന്നത്. വിഷു ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന ഒന്ന് ആ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നതും കണി വെക്കുന്നതും ഒക്കെയാണ്. അപ്പൊ അത് തന്നെ നമ്മളുടെ മറ്റൊരു സന്തോഷത്തിന്റെ പ്രധാന കാര്യം. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും ഈ ഒരു മാസവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതുപോലെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല സാഹചര്യങ്ങളെയും ആഘോഷിക്കാൻ പഠിക്കുന്നത് എന്നുള്ളതാണ്. ചരിത്രം നമ്മളെ ഇത്തരത്തിലുള്ള അതിജീവനത്തിനെ പഠിപ്പിക്കുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ആ ആഘോഷങ്ങൾ നമ്മളെ ഒരുപാട് പ്രത്യാശകൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഇനിയും മുന്നോട്ടേക്ക് പോവാനുള്ളതാണ് എന്നുള്ള പ്രത്യാശകളാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഒരു ആഘോഷം ഉണ്ടായിരുന്നു, സോങ്ക്രാൻ എന്ന് പറയുന്നത്. സോങ്ക്രാൻ, അതുപോലെ വൈശാഖി തുടങ്ങിയിട്ടുള്ള പുതുവർഷ ആഘോഷങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളുടെ ഇന്ത്യൻ സമൂഹം ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടത്തില് അന്ന് ഒരു വൈശാഖി ദിവസമായിരുന്നു. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ സമയം. അപ്പൊ ആ ഒരു സമയത്ത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ സമയത്ത് ഒരു വൈശാഖി ദിവസമാണ്. ആ ദിവസത്തില് മനുഷ്യന്മാരെല്ലാവരും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടും കൂടെ പങ്കെടുക്കുന്ന സമയത്തും കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു കൂട്ടക്കൊല നടക്കുന്നതൊക്കെ. അപ്പോ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ അതിജീവിക്കാൻ, സോങ്ക്രാൻ നടക്കുന്നത് തായ്ലാന്റ്, കംബോഡിയ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയാണ്. അവരുടെ പുതുവത്സരം കൂടിയാണ് ആഘോഷിക്കുന്നത്. ആ പുതുവത്സരം ആഘോഷിക്കുന്ന സമയത്ത് അവര് വെള്ളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടാണ് ആഘോഷിക്കുക എന്ന് പറയാറുണ്ട്. അതിന്റെ പിറകിലുള്ള ഒരു കണ്ടന്റ് എന്താന്ന് വെച്ചാല്, വെള്ളം പൊതുവെ നമ്മൾ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോ ഈ വെള്ളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴിച്ച് ആഘോഷിക്കുന്ന സമയത്ത് ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായിട്ടുള്ള കറുത്ത ഏടുകളെ മായ്ച്ചിട്ട് പുതിയൊരു ദിവസത്തിന്, പുതിയൊരു തുടക്കത്തിനുള്ള ഒരു സാഹചര്യം എന്നുള്ളതാണ് അവർ ആ ഒരു പുതുവർഷത്തിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് അവർ സുഗന്ധം നിറച്ച വെള്ളം കൊണ്ട് അവരുടെ ശരീരം തടവിക്കൊണ്ടാണ് അവരുടെ ആഘോഷം തുടങ്ങുക എന്ന് പറയാറുണ്ട്. അതായത് ജീവിതത്തിൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് സുഗന്ധമാവട്ടെ, ജീവിതത്തിൽ സന്തോഷങ്ങൾ നിറയട്ടെ എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിൽ
ഈ ഏപ്രിൽ 13 നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാകണം, നമ്മളോടൊക്കെ ചേർന്ന് നിൽക്കേണ്ട ഒന്നാവണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ നിറക്കുന്ന ഒരു ദിവസമായിട്ട് തുടങ്ങണം എന്നുള്ള. നമ്മൾ ഓരോ ദിവസത്തെക്കുറിച്ചും ഓരോ ദിവസത്തിലൂടെയും കടന്നു പോകുമ്പോൾ അതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ? നമ്മളിപ്പോ നിങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള ഒരുപാട് സെഷനുകൾ, യോഗ പോലെയൊക്കെയുള്ള ഒരുപാട് സെഷനുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ ദിവസത്തിനെ എത്രത്തോളം സുഖകരമാക്കാം, എത്രത്തോളം പ്രിയപ്പെട്ടതാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദിവസം മുതൽ ഇനിയുള്ള ഓരോ ദിവസത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇതിൽ ഏതൊക്കെ രീതിയിൽ എന്റെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റും? ചരിത്രം ഇതിൽ എനിക്ക് എന്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? പ്രകൃതി ഈ ഒരു ദിവസത്തിലൂടെ എനിക്ക് എന്ത്, വിഷുവിന്റെ അർത്ഥം അറിയണ്ടാവുമല്ലോ അല്ലെ? വിഷു എന്ന് പറയുന്ന ടേമിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചെന്ന് തോന്നുന്നുണ്ട്. രാവും പകലും തുല്യമായിട്ട് വരുന്ന ദിവസം എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് ഇനി മുതൽ അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾക്ക് എന്നുള്ളതാണ്. വിഷു എന്ന് പറഞ്ഞാൽ തുല്യമായത് എന്നുള്ളതാണ്. രാത്രിയെയും പകലിനെയും ഏകദേശം തുല്യമായിട്ട് വിഭജിക്കുന്ന ദിവസമാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വിഷു ആയിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരേ കറക്റ്റ് ആയിട്ട് വരുന്ന ദിവസങ്ങളായിരുന്നു. അത് പൊതുവെ നമ്മൾ നേരത്തെ പറഞ്ഞ മാർച്ചിലും ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് മറ്റു പല കാരണങ്ങളും കൊണ്ട് നമ്മളൊരു ഫിക്സഡ് ഡേറ്റിലേക്ക് മാറുന്നു. അപ്പോ വിഷു എന്ന് പറയുന്നത് തുല്യമായത് എന്നൊക്കെയാണ് അർത്ഥം വെക്കുന്നത്. അപ്പൊ പ്രകൃതിയും നമുക്ക് ഒരുപാട് പഠനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പഠനയോഗ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ദിവസങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓരോ ദിവസത്തിലേക്കും കടന്നു പോകുമ്പോൾ, ഇനി അടുത്തത് നാളെ ഏപ്രിൽ 14 അപ്പൊ ഈ ഏപ്രിൽ 14 നമുക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇത് എന്റെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമോ? ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്റെ ജീവിതത്തിനെ എങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ തോട്ടിനെ ഒന്ന് മാറ്റി കൊണ്ടുപോയാൽ നമുക്ക് ചിലപ്പോ എങ്കിലും നമ്മൾ പോയി വീഴാവുന്ന നിരാശയുടെ ആ പടുകുഴിയിൽ നിന്നൊന്ന് ഉയർന്നു പോരാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് മാറ്റി തരും എന്നുള്ള. നമ്മളിവിടെ ഒരിക്കലും വിസ്മരിക്കാത്ത പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത്, വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗം നമ്മളുടെ സൈന്യമാണ്, നമ്മളുടെ പട്ടാളക്കാർ. നമ്മൾ നേരത്തെ പറഞ്ഞ സിയാച്ചിൻ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ പ്രകൃതിയോടും അതോടൊപ്പം ശത്രുക്കളോടും ഏറ്റുമുട്ടുന്ന, അവരുടെ ഏറ്റവും വലിയ ശത്രു തന്നെ അവിടെ വേണമെങ്കിൽ പ്രകൃതിയാണെന്ന് പറയാം. അവരോടൊക്കെ ഏറ്റുമുട്ടുന്ന ഒരുപാട് മനുഷ്യന്മാർ അവിടെയുണ്ട്. കൂടും കുടുംബവും ഒക്കെ വിട്ട് രാവും പകലും ഇല്ലാതെ ജാഗരൂകരായിട്ട്, അതും ഈവൻ അവർക്ക് കഴിക്കേണ്ട ഭക്ഷണം പോലും അത്രയും ഹാർഡായിട്ട് മാറുകയാണ് അവിടുത്തെ തണുപ്പിന്റെ പ്രയാസം കൊണ്ടെന്നുള്ള. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാര് നമുക്ക് തണലാവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ അവർക്ക് സാലറി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും അവരുടെ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അവരെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അവരുടെ ആ ത്യാഗത്തിനും അവരുടെ മനോബലത്തിനും ധീരതയ്ക്കും ഒക്കെ നമുക്ക് എങ്ങനെയായാലും മനസ്സുകൊണ്ട് ഒരു സല്യൂട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ നാടിനെ കാക്കുന്ന ആ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ഒരു സല്യൂട്ട് കൊടുക്കുക. പ്രകൃതി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് പാഠങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക. ആ ഉൾക്കൊണ്ട ജീവിതത്തിലെ പാഠങ്ങൾ അനുസരിച്ച് ജീവിതത്തിനെ തീർത്തും പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ നമുക്ക് ജീവിതം വളരെ മനോഹരമാക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു പേര്, അല്ലെങ്കിൽ ആ ഒരു ലേബലിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ഓരോ ദിവസവും മാറട്ടെ. അതിൽ ഈ ഒരു ഏപ്രിൽ 13 കൂടെ മനസ്സിൽ നിൽക്കുക. കാരണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 13. അതിനൊരുപാട് മനോഹാരിതയുണ്ട്. നമ്മളുടെ ജീവിതത്തിന് ഒരുപാട് നല്ല പോസിറ്റിവിറ്റികൾ നൽകാൻ ഈ ഒരു ഏപ്രിൽ 13 സാധിക്കും എന്നൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവട്ടെ. സ്വാഭാവികമായിട്ടും ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഊർജ്ജത്തിനൊപ്പം ഇന്ന് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഊർജ്ജം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധ്യമാവട്ടെ. വളരെ പോസിറ്റീവായിട്ട് വളരെ നല്ല ദിവസങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നാളെ നമ്മൾ അതിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങളുണ്ട്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക, അതിനു വേണ്ടിയിട്ട് ഇന്ന് പ്രയത്നിക്കുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇത്തരം ഒരു അവസരം തന്ന എല്ലാവർക്കും, എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എനിക്ക് വീണ്ടും ഒരു അവസരം നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ആയി പോയിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. കുറച്ച് സമയമാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഫീഡ്ബാക്ക് അറിയിക്കാനായി ടീം മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. Very morning, ma'am.
ഏപ്രിൽ 13 കേൾക്കുമ്പോൾ വളരെ അപ്രസക്തമായിട്ട് തോന്നുന്ന ഒരു വാക്കാണ് ഏപ്രിൽ 13. അതിൽ എന്തെങ്കിലും ഒത്തിരി പ്രത്യേകത എന്നായിരുന്നു അത് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അതിലൂടെ പ്രകൃതിയോടും അതുപോലെ തന്നെ സിയാച്ചനിൽ നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന നമ്മുടെ പടയാളികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറ്റാനായിട്ട് സ്മാരകത്തിന് സാധിച്ചു. വളരെ നല്ലൊരു ഇതായിരുന്നു. കാരണം നമ്മൾ ചിന്തിക്കുന്നില്ല എങ്ങനെ. അപ്പൊ അതിജീവനം, നമ്മൾ എങ്ങനെ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ അതിജീവിച്ചേ പറ്റൂ. അതിജീവിച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ. പക്ഷെ നമ്മൾ എന്നാലും പേടിയാണ്. പക്ഷെ അതിൻ്റെതായിട്ടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെ കൂടെ കണ്ടിട്ട് ജീവിതത്തെ ആസ്വാദ്യകരമാക്കാനും അതിനെ സന്തോഷകരമാക്കാനും നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് മാറ്റി എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് വേണം പറഞ്ഞതിന്റെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി നല്ലൊരു ഇതായിരുന്നു. അത് മാത്രമല്ല ഒഴുക്കായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടല്ലോ, ബ്യൂട്ടിഫുൾ. നന്നായി. താങ്ക് യു വെരി മച്ച്. മുസ്തഫ സാർ പറയൂ. മാജിക് മോർണിംഗ് നല്ലൊരു ടോപ്പിക്കാണ്. നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഏപ്രിൽ 13 പറ്റിയുള്ള ഒരുപാട് കിട്ടേണ്ടി മനസ്സിലാക്കിയതാണ്. കാരണം മറ്റേ നമ്മുടെ സൈന്യങ്ങള് ത്യാഗം സഹിക്കുന്നതും അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗിനെ പറ്റിയിട്ടൊക്കെ അനുസ്മരിക്കാൻ പറ്റും. നല്ലൊരു ടോപ്പിക്കായിരുന്നു. അതുപോലെ തന്നെ വിഷുവിനെ പറ്റി, ഇന്നത്തെ ദിവസത്തെ പറ്റിയിട്ടും നമ്മള് പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ തരണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറ്റി ക്ലാസ്സിൽ നിന്ന് കിട്ടേണ്ടി വന്നു. നല്ലൊരു ടോപ്പിക്കായിരുന്നു. താങ്ക് യു മച്ച്. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു വ്യത്യസ്തമായ ടോപ്പിക്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും അതിന്റെ ഇമ്പോർട്ടൻസും അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളണം, നമ്മൾ എങ്ങനെ പ്രകൃതിയെ പഠിക്കണം, ഇനി അഥവാ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ആ ഓരോ ദിവസത്തെ പ്രത്യേകതകളിൽ ഉണ്ടായിട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് ഓർത്ത് എത്രമാത്രം അതിജീവിച്ചാണ് അവര് മുന്നോട്ട് പോയിട്ടുള്ളത്, ആ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ എന്തുണ്ടായാലും കരുത്തോടും നമുക്കൊരു പോസിറ്റീവ് മെന്റാലിറ്റിയോട് കൂടി, മനോധൈര്യത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഉതകുന്ന ഒരു ദിവസമാണ് ഏപ്രിൽ 13. എത്രമാത്രം ഇമ്പോർട്ടൻസ് ഏപ്രിൽ 13 നമ്മളാരും ഓർത്തിട്ടേ ഇല്ല. അതുപോലെ തന്നെ കുളത്തിലെ വിഷു, അതിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ മേഘദൂതിന്റെ കാര്യവും ഒക്കെ മാം ഇടകലർത്തി എങ്ങനെ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ ഒന്ന് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാമെന്ന് വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. മാജിക് മോർണിംഗ്. നല്ലൊരു സബ്ജക്റ്റ് മാം, നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു ഏപ്രിൽ 13. ഇപ്പൊ ശില മാം പറഞ്ഞതുപോലെ ഇപ്പൊ മാം പറഞ്ഞ പല കാര്യങ്ങളും അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് ശ്രദ്ധിച്ചു. അപ്പൊ മാം ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോ എനിക്ക് അതിജീവനത്തിന്റെ കഥ പറഞ്ഞപ്പം വിക്ടർ ഫ്രാങ്കലിന്റെ പൊരുൾ തേടിയുള്ള യാത്ര, അത് ഒരു അതിജീവനത്തിന്റെ കഥയാണ് ആ ഒരു പുസ്തകം പറയുന്നത്. അപ്പൊ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പൊ അതുപോലെ നമ്മുടെ പ്രകൃതി, ശരിയാ, അപ്പൊ ചിന്തിച്ചപ്പോഴാണ് നോക്കുന്നത് പ്രകൃതി നമുക്ക് പല കാര്യങ്ങളും നൽകുന്നുണ്ട്, പലതും പഠിപ്പിച്ചു തരുന്നുണ്ട്, നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ അതായത് പല പ്രതിസന്ധികൾ വന്നാലും നമ്മൾ അതിജീവിക്കുക എന്നുള്ളത്. അതുപോലെ വിഷുവിന്റെ കേട്ടോ, എനിക്കിപ്പോഴും അതിന്റെ തുല്യത എന്നുള്ളൊരു മീനിങ് ഉണ്ടായിരുന്നു. അതൊരു കാർഷിക ഉത്സവമായിട്ടാണ് നമ്മൾ വിഷു സാധാരണ കാണാറുള്ളത്. അപ്പൊ നല്ലൊരു വിഷയമായിരുന്നു. ഇനിയും ഹസ്നാമ വരണം, നല്ല പ്രത്യേകതയുള്ള ഒരു വിഷയവും കൊണ്ട്. താങ്ക് യു മാം. ഈ ടൈമിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് എടുത്തതിന് പ്രത്യേക നന്ദി പറയുന്നു. താങ്ക് യു മാം. മാജിക് മോർണിംഗ്.
താങ്ക് യു മാം. മാം ഇപ്പോ വിദേശത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇപ്പോ ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്തിട്ടുണ്ടായിരിക്കുക. നിങ്ങളൊക്കെ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതൊന്നായിരിക്കും ഇപ്പൊ ഇങ്ങനൊക്കെ ഒരു സബ്ജക്ട് എടുക്കാൻ തോന്നിയിട്ടുണ്ടാവുക. എന്തായാലും അതിന്റെ പേരിലാണെങ്കിൽ എനിക്കൊക്കെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാം മനസ്സിലാക്കി തന്നു. നന്നായിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതൊക്കെ ഇപ്പൊ മാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. താങ്ക് യു മാം. മനു സർ ഫീഡ്ബാക്ക് പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ഞാന് ബൈസ്റ്റാൻഡർ ആയിട്ട് വേറെ സ്ഥലത്താണ്. ഇപ്പൊ എന്താ പറയാ, നെറ്റിന്റെ വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. അപ്പൊ ശരിക്കും പറഞ്ഞ സാധാരണ കേൾക്കാറില്ല ഇവിടുന്ന്. ഞാൻ ഇപ്പൊ ഒരു 5-8 ദിവസമായിട്ട് ഇവിടെ വേറെ സ്ഥലത്താണ്. അപ്പൊ ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ടാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ഒരുപാട് സബ്ജക്റ്റ് കൂട്ടിയിട്ടാണ് ഇന്ന് പറഞ്ഞത്. അത് സിയാച്ചിൻ, ജാലിയൻ വാലാബാഗ്, വിഷുവിന്റെ കാര്യങ്ങൾ, മേഘദൂത്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളിൽ അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിഷുവിന്റെ കാര്യം, ആ തുല്യതന്റെ കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് അതിജീവനത്തിന്റെ പാതയിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ അതിജീവിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ടുള്ള ഒരു ഭാവി നമ്മളെ വരവേൽക്കാനുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്. നല്ല ഒഴുക്കോട് കൂടിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മളെ മുന്നിൽ ഓരോ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് അതിന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ ഭാവിയിലേക്കുള്ള ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു നല്ലൊരു ഇൻസ്പയറിംഗ് ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് ഹസ്ന മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാം ഒരു ദിവസത്തിന് എടുത്തിട്ട് അതിന്മേലൊരു സബ്ജക്റ്റ് ഉണ്ടാക്കി. അത് എനിക്കതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. കാരണം ആ ദിവസത്തിന്റെ പ്രത്യേകത, അതിൽ നിന്ന് നമ്മളെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട പാഠങ്ങള് അത് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തന്ന് വളരെ നന്നായിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ സംരക്ഷിക്കുന്ന ഭടന്മാര്, അവരെ കാവലിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവരൊക്കെ സ്മരിക്കാനും അവര് അനുഭവിക്കുന്ന കാലാവസ്ഥ അത്രയൊക്കെ ഏറ്റവും മൈനസിലാണ് അവര് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്കിപ്പോ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മള് അവരോട് എത്ര ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്താലും കുറയൂല. അതൊക്കെ ഓർമ്മപ്പെടുത്തി തന്ന് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്റെ ഈ സബ്ജക്റ്റിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വന്നാലും പൊരുതുക അല്ലേ മാം? അതായിരിക്കും അല്ലേ? പൊരുതി ജീവിതത്തിൽ പൊരുതൽ ആവശ്യമാണ്. പൊരുതി ജീവിക്കുക. താങ്ക് യു. പൊരുത്. ഓക്കെ. പൊരുതി ജീവിക്കാനും പറയാം, പൊരുത്തപ്പെട്ട് ജീവിക്കാനും പറയാം. അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ല മാം? സത്യം ശരിയാ. ചില സാഹചര്യത്തിൽ നമ്മൾ പൊരുത്തപ്പെടേണ്ടി വരും. സത്യം. പിന്നെ എവിടെയും നമുക്കൊരു പ്രത്യാശയുണ്ട്. ഏതൊരു നിരാശ വന്നാലും അതിലൊരു പ്രത്യാശ നമുക്ക് പ്രകൃതി കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് പറഞ്ഞ ഈ കൊടും ചൂടിലാ ഇപ്പൊ നാട്ടിലൊക്കെ നിൽക്കുന്നത് അല്ലേ? അതെ. അതിൽ നമുക്കിനി വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു സമയം വരാനുണ്ട് എന്നുള്ളതും കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രകൃതി. അതും ഏപ്രിൽ എന്ന് പറയുന്ന മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ശരിയാ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മനോഹരമായ സെഷൻ എടുത്തു തന്ന മാമിനും ഈ സെഷനിൽ പങ്കെടുത്ത ബാക്കി ബി മാജിക് മെമ്പേഴ്സിനും നന്ദി.